നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. 9ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 66 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് അതിവേഗ പോക്സോ കോടതി. കാട്ടാക്കട ആമച്ചൽ ചന്ദ്രമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന് സമീപം അലക്സ് ഭവനിൽ 25 വയസ്സുള്ള അലക്സിനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേഷ് കുമാർ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ കേസിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത്. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം അധിക കഠിന തടവും അനുഭവിക്കണമെന്നും പിഴത്തുക അപര്യാപ്തമാകിയാൽ അതിജീവിതയ്ക്ക് അധിക നഷ്ടപരിഹാരം നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. 3ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞുള്ള അവധിക്കാലത്ത് 2018 പലതവണ കുട്ടിയുടെ വീട്ടിൽ വച്ചും പ്രതിയുടെ വീട്ടിൽ വച്ചും ഗുരുതരമായി ലൈംഗിക പീഡനം പ്രതി നടത്തിയിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കളോ മറ്റാരുമോ വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് ഇളയ കുട്ടിയുടെ സാന്നിധ്യത്തിൽ പ്രതി കുട്ടിയെ ഉപദ്രവിച്ചത്. 3 വർഷത്തോളം പ്രതി കൃത്യം ആവർത്തിച്ചിട്ടും കുട്ടി പേടി കാരണം ആരോടും പറഞ്ഞിരുന്നില്ല. പിന്നീട് കുട്ടിയെ പുറത്തു വച്ച് കാണുമ്പോൾ പ്രതി ലൈംഗിക ചുവയോടെ നോക്കുകയും ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്തപ്പോഴാണ് കുട്ടി വീണ്ടും പ്രതി ഉപദ്രവിക്കുമെന്ന് ഭയം കരുതി സ്കൂളിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് മാതാപിതാക്കളെ വിവരം അറിയിച്ചു. ഇതിന് പ്രകാരം പോലീസിൽ കേസ് നൽകുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് DR പ്രമോദ്, അഡ്വക്കേറ്റ് പ്രസന്ന, അഡ്വക്കേറ്റ് പ്രണവ് എന്നിവർ കോടതിയിൽ ഹാജരായി. കേസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സെൽവി കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 20 സാക്ഷികളെ വിസ്തരിക്കുകയും 31 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. സംഭവ സമയത്ത് കാട്ടാക്കട SI ആയിരുന്ന D. ശിവകുമാറാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്.